ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ദേശീയപാത നിർമ്മാണത്തിലെ ദേശീയപാതയുടെ നിർമ്മാണത്തിൻ്റെ അപാകത നേരത്തെ തന്നെ ചില ഉദ്യോഗസ്ഥർ ചൂണ്ടിക്കാട്ടിയിരുന്നു. ഇതിലെ പല ഭാഗങ്ങളിലും ചെങ്കുത്തായ മലനിരകൾ അതേപടി വെട്ടി ഒരു വെർട്ടിക്കലായി 90 ഡിഗ്രിയിൽ വെർട്ടിക്കലായിട്ട് തന്നെ വെട്ടി ഇറക്കിയതാണ്. അത് ഒരിക്കലും ശാസ്ത്രീയമായൊരു ദേശീയപാത നിർമ്മാണ അതോറിറ്റിക്ക് സ്വീകരിക്കാൻ പറ്റുന്ന ഘടകമേ ആയിരുന്നില്ല എന്നുള്ളതാണ്. ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. ഈ മണ്ണിടിയുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം നോക്കൂ. ഈ ദേശീയപാത നിർമ്മാണം നടത്തിയതിനു ശേഷം ഇവിടെയെങ്കിലും ഒരു റീറ്റെയിനിങ് വാൾ നിർമ്മിക്കുക അത് അസാധ്യമാണ് എന്ന് പറയുമ്പോഴും ഇങ്ങനെയല്ല, ചെങ്കുത്തായിട്ടല്ല മണ്ണിൻ്റെ മല സൃഷ്ടിച്ചു വെക്കേണ്ടത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഈ റോഡ് നിർമ്മിക്കാൻ വേണ്ടി ഈ മല തുരന്നു പോകുമ്പോൾ ഇതിൽ ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷൻ മെഷറും ഇട്ടിട്ടില്ലെന്ന് മാത്രമല്ല, ചെങ്കുത്തായി കിടക്കുന്ന ഈ പ്രദേശത്തു നിന്നും മണ്ണിടിഞ്ഞു വരുന്നതാണ് പ്രേക്ഷകർ കാണുന്നത്. ഇവിടെ തന്നെ പ്രേക്ഷകർക്ക് കാണാം ഈ ചെറിയ ചെറിയ നീരുറവകൾ ഇതിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് വരുന്നതായിട്ട് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. വലിയ കട്ടിയില്ലാത്ത മണ്ണാണ് പല ഭാഗങ്ങളിലുമുള്ളത്. ഇവിടെ തന്നെ ഉള്ളത് അല്പം കട്ടിയുള്ള ഭാഗമാണെങ്കിലും നമ്മൾ ഈ അപകടം നടന്ന സ്ഥലത്തേക്ക് വരികയാണെങ്കിൽ ഈ മണ്ണിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവമാണ് അല്ലേ? തീർച്ചയായും അവിടെ ഇതിനേക്കാളേറെ ഉയരമുണ്ട്. അതോടൊപ്പം ഈ നീരുറവ പ്രധാനപ്പെട്ട വെല്ലുവിളിയായിരുന്നു. അതെ അതെ, ഇവിടെ തന്നെ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നോക്കൂ. ഈ മണ്ണോ ഈ വലിയ പാറക്കല്ലുകളോ ഒന്ന് തൊട്ടാൽ അടർന്നു പോകുന്ന അത്ര ഫ്രജയിലാണ് ഈ മണ്ണ് എന്നുള്ളതാണ്. ഏത് നിമിഷം വേണമെങ്കിലും അതിൽ നിന്ന് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. വലിയ പാറക്കെട്ടുകളോ അതേതെങ്കിലും തരത്തിലുള്ള ദുർഘടമായ പ്രദേശമോ അല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്തുകൊണ്ടാണ് ഇങ്ങനെ ദേശീയപാത നിർമ്മാണത്തിൽ നിരുത്തരവാദപരമായി ഇതേപോലെ മണ്ണിടിയാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ഹൈലി ഫ്രജയിലായ വളരെ ദുർബലമായ രീതിയിൽ ഇത് നിർമ്മിച്ചിരിക്കുന്നത് എന്ന പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. ഇത് ഒരു സ്പോട്ടിൻ്റെ മാത്രം വിഷയമല്ല. ഇത് ഈ സ്ട്രെച്ച് മുഴുവൻ NH-66 സ്ട്രെച്ച് മുഴുവൻ കിടക്കുന്ന ദേശീയപാതയിൽ ഇതേപോലെ മണ്ണിടിയാനുള്ള സാധ്യതയുണ്ട്. നോക്കൂ, ഇത് രണ്ടാമത്തെ സ്പോട്ടാണ്. ഒരു ചെറിയ മഴ പെയ്താൽ പോലും മണ്ണിടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. ഈ പരിസരത്ത് ഒരിടത്തും വാഹനങ്ങൾ പാർക്ക് ചെയ്യരുതെന്നോ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ടെന്നോ ഉള്ള മുന്നറിയിപ്പുകൾ ഉണ്ടായിരുന്നില്ല. ലാൻഡ് സ്ലൈഡിൻ്റെ ഒരു സിഗ്നലും ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത്തരത്തിലുള്ള വാണിങ്ങുകൾ ഇല്ലാത്തതും ഇതിന് വലിയ രീതിയിലുള്ള തടസ്സത്തിന് കാരണമായിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അതായത് വളരെ ഫ്രജൈലായ വളരെ ദുർബലമായ മണ്ണ് ഈ ഇരുഭാഗങ്ങളിൽ നിന്നും ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയുണ്ട്. അവിടെ വാഹനം നിർത്തരുതെന്നോ മണ്ണിടിച്ചിൽ സാധ്യതയുണ്ട് എന്നുള്ളതിനെക്കുറിച്ചോ ഒരു വിവരവും നമുക്ക് ലഭ്യമാകുന്നതുമില്ല. ഒരു തരത്തിലുള്ള ഡിസ്പ്ലേ ബോർഡുകളും അവിടെയില്ല. ഒരു റീറ്റെയിനിങ് വാളില്ല, ഒരു സംരക്ഷണ ഭിത്തിയില്ല. മാത്രമല്ല അശാസ്ത്രീയമായി വെർട്ടിക്കലായിട്ട് തന്നെയാണ് മണ്ണിടിച്ചിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് അല്ലേ? 90 ഡിഗ്രി ആംഗിളാണ് ഇപ്പോൾ ഇത് ഇടിച്ച് 90 ഡിഗ്രിയാണ്. വളരെ ശാസ്ത്രീയമാണ്. മാത്രമല്ല ഇത് നിർമ്മിച്ച കോൺട്രാക്ടർ ഇപ്പോൾ കാണാനുമില്ല എന്നാണ് കേൾക്കുന്നത്. അതെ, ഇത് സാധാരണഗതിയിൽ ഇത് തട്ടുകളാക്കിയെങ്കിലും പലപ്പോഴും പല സ്ഥലങ്ങളിലൊക്കെ ഇത് നമ്മൾ കേരളത്തിൽ ദേശീയപാത വികസനം നടത്തുന്നത് നമ്മൾ കൂടി ഒരു മുന്നറിയിപ്പാണ് എന്നുള്ളതാണ് പറഞ്ഞേണ്ടത്. ഇതേ ദേശീയപാത നിർമ്മാണ വികസനമാണ് കേരളത്തിലും അടക്കം നടക്കുന്നത്. ദേശീയപാതയുടെ ഇരുവശത്തുമായിട്ട് വലിയ രീതിയിൽ ചെങ്കുത്തായ ഭാഗത്ത് മണ്ണിടിഞ്ഞു വീഴുന്നത് എങ്ങനെയാണ് എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. ഈ കാണുന്ന മലനിരയുടെ ഏകദേശം ഒരു 3 ഇരട്ടി വലുപ്പമുണ്ട് അല്ലേ അഭിലാഷ്? തീർച്ചയായിട്ടും ആ 3 ഇരട്ടി വലുപ്പമുള്ള മലയാണ് ഇടിഞ്ഞു വീണിരിക്കുന്നത് എന്നറിയുമ്പോൾ പ്രേക്ഷകർ മനസ്സിലാക്കുക. അതിന് മുന്നിലുള്ള വലിയ പാറക്കെട്ടുകൾ, ഒപ്പം തന്നെ മറ്റു ചില ഭാഗങ്ങൾ, ഇതെല്ലാം വാഹനത്തിന് മുകളിലേക്ക് വീഴാനുള്ള സാധ്യതയുമുണ്ട്. സമയം ഇപ്പോൾ നോക്കൂ, നമ്മൾ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളോട് SP പറഞ്ഞത് 2-3 മിനിറ്റിനുള്ളിൽ സ്ഥലത്തേക്ക് എത്തിച്ചേരും എന്നാണ്. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 37 മിനിറ്റ് ആയിരിക്കുന്നു. ജില്ലാ ഭരണകൂടത്തിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥനും സ്ഥലത്തേക്ക് എത്തിയിട്ടില്ല. ജില്ലാ കളക്ടർ എത്തിയിട്ടില്ല, SP എത്തിയിട്ടില്ല. ഈ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കാൻ വേണ്ടി ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥനും പ്രിൻസിപ്പൽ സെക്രട്ടറി അടക്കം എത്തിച്ചേർന്നിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനുള്ളിൽ ഇവിടെ വന്ന് മാധ്യമങ്ങളുടെ കാര്യങ്ങൾ വിശദീകരിക്കാമെന്ന് പറയുന്നു. മാധ്യമങ്ങൾക്കോ ബന്ധുക്കൾക്കോ ഒരു വിവരവും നൽകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതൊരു സെക്ലൂഡഡ് ഏരിയ ആണ്. അവർ പറയുന്ന ഒരു പ്രൈവറ്റ് ഏരിയ ആണ് എന്നാണ്. ഒരു ദേശീയപാത അതോറിറ്റിയിൽ ഒരു മണ്ണിടിച്ചിൽ ഉണ്ടാകുമ്പോൾ അതിൽ മാധ്യമങ്ങൾ വന്ന് കവർ ചെയ്യുന്നത് സ്വാഭാവികമാണ്. അതിനകത്ത് എന്താണ് പ്രൈവസി എന്ന് ഇനിയും മനസ്സിലാവുന്നില്ല. സുരക്ഷ മനസ്സിലാക്കാം അല്ലേ? തീർച്ചയായിട്ടും സുരക്ഷ മനസ്സിലാക്കാം. പക്ഷേ നമ്മൾ എന്തിന് ഇത് പുറം ലോകം അറിയാതിരിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഇവിടെ നമ്മളെ അടച്ചുപൂട്ടി പുറത്ത് നിർത്തിയിരിക്കുന്നതെന്ന് വേണം നിസ്സംശയം പറയാം. കാരണം ഇന്നലെ രഞ്ജിത്ത് പറഞ്ഞതോടുകൂടി തന്നെ ഇതിൽ വൈദഗ്ധ്യമില്ലാത്ത ആളുകൾ ഈ പ്രവർത്തനങ്ങൾ നടത്തുന്നു. അതോടൊപ്പം തന്നെ ഈ കാര്യങ്ങൾ പുറത്തറിയാതിരിക്കാനുള്ള ശ്രമങ്ങൾ അവരുടെ ഭാഗത്ത് നടക്കുന്നു.